ഒരു സമൂസ. ശങ്കർ, ആ ഒരു കണക്ഷൻ കട്ട് ചെയ്ത് ഡേഞ്ചറാണ്. നീ ഇപ്പൊ വെറുപ്പിച്ചോണ്ടല്ലോ ഭായിയെ. പൈസയ്ക്ക് വേണ്ടി ബായി വിട്ട് കാശിയോട് ചേർന്നു. അത് പോരാഞ്ഞ് അയാൾക്കെതിരെ ചാരപ്രവൃത്തിയും ചെയ്തു. നിന്റെ സേഫ്റ്റി നോക്കേണ്ടത് നീ തന്നെയാണ്. ബാലുണ്ണൻ നമസ്തേ ഏട്ടാ. നമസ്തേ. ശങ്കർ ഇവിടെ ഇല്ല. ഞാൻ ചോദിച്ചോ? ഫോൺ സൂപ്പറാ, പുതിയ മോഡലാ. എവിടെ നോക്കട്ടെ. അണ്ണാ, ബാലുണ്ണ ക്ഷമിക്കണ, ഞാൻ കാല് പിടിക്കാണ്ണ. നീ എന്നോട് കള്ളം പറഞ്ഞാൽ ഞാൻ ക്ഷമിക്കുമായിരുന്നു. എന്നെ ചതിച്ചിരുന്നെങ്കിലും ഞാൻ ക്ഷമിക്കുമായിരുന്നു. എന്നാ നീ ദ്രോഹം ചെയ്തത് ഭായിയോടാ. ഏയ് രാജാ, എടാ ശങ്കർ, കൊല്ലുകയാ വേണ്ടത്. കൊല്ലാൻ തന്നെയാ വന്നതും. ഒരിക്കൽ നീ എന്നോടൊപ്പമായിരുന്നു, അതുകൊണ്ട് മാത്രം ഞാൻ വെറുതെ വിടുകയാ. പോ, മര്യാദയ്ക്ക് ഈ നാട് വിട്ട് എവിടെയെങ്കിലും പോ. പോടാ. Excuse me. Just 5 minutes. Sure. Thanks. എടാ നിക്ക്, ഇവിടെ ഉണ്ടടാ. എന്തോന്നാണ് ഇങ്ങനെ കിടന്നോടിയത്? ഇവിടെ നിന്ന് പോവാനാണോ? സിവിൽ സർവീസ് എക്സാമിനേഷൻ ഇവൻ ടോപ്പ് 10 ഉണ്ടടാ. Congratulations. താങ്ക് യു. അടുത്ത എന്താ സർ? 10ാം ക്ലാസ് എൻട്രൻസ്. അങ്ങനെ ഇല്ലാതെ പിന്നെ എന്താ ചെയ്യണ്ടേ? മെയിൻ കോഴ്സ് പൂർത്തിയാക്കും, അത് കഴിഞ്ഞ് പറഞ്ഞു കൊടുക്കടാ. ഫൈനൽ ഇന്റർവ്യൂ. അത് കഴിഞ്ഞാ ട്രെയിനിങ്, അതും കഴിഞ്ഞാ പോസ്റ്റിംഗ്. നെക്സ്റ്റ് എനിക്കറിയില്ല. അവനെവിടെ? നിന്നോട് ഭായി വരാൻ പറഞ്ഞു. ഞാൻ വരില്ലെന്ന് പറഞ്ഞേക്കും. ഭായിയാണ് കാണണമെന്ന് പറഞ്ഞത്. കാറ് കയറ്. ഇവനാരാ ഇത്ര ധൈര്യക്കാരൻ? സിറ്റിയിൽ ഇവൻ ഒരുത്തനെ എത്ര ധൈര്യമുള്ളൂ അല്ലേ? അവന്റെ കൈയും കാലും കെട്ടി വണ്ടിയിലിട്. അവൻ എന്റെ മോനാടാ. ഈ ഹൈറ്റുള്ളവന്മാരുടെ കൂടെ ബാസ്കറ്റ്ബോൾ കളിക്കാൻ നീ എന്നെ സൃഷ്ടിച്ചല്ലോ. ഇങ്ങോട്ട്. എന്താടേ എല്ലാ ഷോട്ടും മിസ്സാവുന്നേ? വല്ല ഫാമിലി അഫയറാ? അതല്ലെന്നേ, ഫാമിലിയിൽ ഫയർ. എന്താടാ പിന്നെ നിന്റെ അച്ഛനും നീയും? അതെ ഫാദർ, ബായുടെ കൂടെ ചെല്ലാന്ന് വാക്ക് കൊടുത്തേക്ക. അത്രേ ഉള്ളോ? അവനെ പോലെ റൗഡി ആവാൻ പറഞ്ഞില്ലല്ലോ. ആരാടാ റൗഡി? ഞാൻ റൗഡിയല്ല. ഭായി പറയും പോലെ റൈറ്റ് ഹാൻഡ്. ഞങ്ങൾ പൈസയ്ക്കും പവറിനും വേണ്ടി ആരെയും ദ്രോഹിക്കാറില്ല.
അന്യായം ചെയ്യുന്നവരെ തകർക്കും. അന്യായം ചെയ്യുന്നവർക്ക് വിധി നടപ്പാക്കാൻ നിങ്ങൾ ആരാണോ? അവരെ ശിക്ഷിക്കാൻ ഇവിടെ പോലീസുണ്ട്, കോടതിയുണ്ട്. ഈ പോലീസും കോർട്ടും ഒക്കെ എന്താ ചെയ്യുന്നത് നിനക്കറിയില്ല. അത് കറക്റ്റാ. അവരവരുടെ പണി ചെയ്യട്ടെ എന്ന് കരുതി നമ്മൾ മടിച്ചിരിക്കരുത്. നമ്മളെ കൊണ്ടാവുന്ന സിൻസിയറായിട്ട് നമ്മളും ചെയ്യണം. അവര് പണി ചെയ്താലല്ലേ സിൻസിയറായിട്ട് പണി ചെയ്യാൻ പറയണം. പറഞ്ഞ് കടമയുള്ള പൗരനായി ഓരോന്നും ചെയ്യിക്കണം. സിസ്റ്റത്തെ കുറിച്ച് ഒന്നും പറയണ്ട. ഒരു മനുഷ്യന്റെ പ്രോബ്ലത്തിൽ ന്യായം കിട്ടാൻ എത്ര സമയമെടുക്കും? മുല കുടിക്കുന്ന കുട്ടികൾക്ക് കൂടെ അറിയാം. എന്നാൽ ഭായിയുടെ അടുത്ത് അങ്ങനെയല്ല. 3 സ്റ്റെപ്പ്. പ്രോബ്ലങ്ങൾ പറയണം, ഭായി പരിഹാരം നിർണ്ണയിക്കും, ഭായിക്ക് വേണ്ടി ബാലു അത് നിറവേറ്റും. അത് ശരി. ദളപതി സിനിമയിലെ പോലെ അയാൾ മമ്മൂട്ടി, നിങ്ങളാണെങ്കിൽ രജനീകാന്ത്. പക്ഷെ ആ സിനിമയിലേക്ക് എന്നെ മാത്രം വലിച്ചിടാൻ നോക്കണ്ട. ഞാൻ ജീസസിൽ വിശ്വസിക്കുന്നു, നിന്റെ അച്ഛൻ ബായിൽ മാത്രം വിശ്വസിക്കുന്നു. ഇനി പറഞ്ഞിട്ട് എന്താ കാര്യം? അത് പോട്ടെ, നീ വേറെ ഒന്നും ചിന്തിക്കണ്ട. നിന്റെ ലക്ഷ്യവുമായിട്ട് മുമ്പോട്ട് പോ. ഹായ്. അയ്യോ, ഇത് വലിയ കഷ്ടമാടാ. ശരിയാ, ഇവിടെ ഇരുന്ന് വട തിന്നാൻ ഭയങ്കര പാടാ. ഞാൻ പറഞ്ഞത് വടയെ കുറിച്ചല്ല. ഈ ബോളിന് നാവുണ്ടായിരുന്നെങ്കിൽ നിന്റെ ചെവി പൊട്ടിച്ചേനെ. എന്താടാ കയ്യൊന്ന് നോക്കടാ. ഇവന് മസില്, ഇവന് വയറ്, ഇതിനിടയിൽ ഞാനും. എന്നെ പോലെ സിൻസിയറായ ആരുമില്ല. ഒക്കെ ഭയങ്കര ജാടയാ. ദാണ്ട വേറൊരു ജാട. ഇപ്പൊ കാണിച്ചു തരാം. എന്തോ നാടേ ഇത്, തിന്നുക കളിക്കുക. സിൻസിയർ അല്ലേ ഇവന്മാരും? ഞാൻ വീടാ, എന്താ ഇത്? ഇതൂടെ വീടാ. എന്താ എന്നെ കളിയാക്കണോടാ? പൊക്കടാ, വേഗം പൊക്കടാ, 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 പൊക്ക്. ഇത്രയോ? എന്നമ്മേ, എന്താടാ ഇനി വെയിറ്റ് ഇടുന്നു? ഏയ് വെയിറ്റ് ഇടറാ, അതോടെ ഇടറാ. കഴിഞ്ഞു. കയ്യിലെ പവർ എത്രയായാലും ഉള്ളിലെ പവറാണ് പ്രധാനം. അതില്ലാതെ എത്ര വെയിറ്റ് പൊക്കിയാലും ഒരു കാര്യമില്ലെന്ന് ഓർത്തോ. ഇവൻ ആരാ? ഈ ജിമ്മിലേക്ക് വന്ന പുതിയ ട്രെയിനർ. കുംഫു, കരാട്ടെ, തായ്ക്കൊണ്ട, എക്സ്ട്രാ എക്സ്ട്രാ. ഏയ് ഏയ്, എന്താ ആരാ നീ? ഞാൻ ചെയ്യുന്നത് ചെയ്യാം. എന്ത് ചെയ്യാൻ? ഡാൻസ്. ഡാൻസോ? എനിക്ക് ഡാൻസ് പഠിക്കണം, പക്ഷെ പേരില്ല. മൈ ലക്ക്, നിന്നെ എനിക്ക് കിട്ടി. കിട്ടിന്ന് പറയാൻ ഞാനെന്താ പാവയോ? പ്ലീസ്, നീ ഇത് പഠിക്കാൻ എന്നെ ഒന്ന് സഹായിക്കണം. എവിടുന്ന് കിട്ടി സാധനത്തെ? കോറിഡോറിൽ നിന്ന് കിട്ടി സർ. അതെയോ? ഇവൻ ഡാൻസ് പ്രാക്ടീസ് ചെയ്താൽ അസലായിരിക്കും. മൈ ഡാൻസ് മാം. സോറി, ഡാൻസ് മാസ്റ്റർ. സോറി എന്തിനാ? പറഞ്ഞത് കറക്റ്റാന്നേ. ഐ ആം ദേവ, മൈക്കിൾ ദേവ. മൈക്കിൾ ജാക്സനും പ്രഭുദേവൻ ചേർന്ന ഞാനാന്നേ. ഓൾറെഡി ഒരു ചാന്തുപുട്ട് ലുക്കുണ്ട്, ഇനി ഡാൻസറാന്ന് പറയണ്ടല്ലോ. വാട്ട് എ സെക്സി ജോക്ക്. സമയോ അരമണിക്കൂർ വിട്ടെന്നാൽ ഞാൻ പ്രാക്ടീസ് ചെയ്തു വിടാന്നേ. താങ്ക് യു സർ. ഈ രോഗത്തിന് ഒരു പാർട്ടി മതി. ബൈ.
സ്റ്റുഡൻസ് എവരിബഡി ലിസൺ ഹിയർ. ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. നാളെ എല്ലാവരും മോർണിംഗ് ഫ്രഷായി വന്നാൽ 4 പുതിയ സ്റ്റെപ്പ് പഠിപ്പിക്കും. അത് നന്നായി പഠിച്ചാൽ നിങ്ങൾ എല്ലാവരും എന്നെ പോലെ ആവും. തീന്തരികിടതവും